നമ്മുടെ ഏതൊരു പ്രാർത്ഥനയും കേട്ട് നമുക്കായി എന്നും മാധ്യസ്ഥം അരുളുന്ന പരിശുദ്ധ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് ആരംഭിക്കാം. വെൽക്കം ടു വോയിസ് ഓഫ് ഗുഡ്നസ് സീസൺ 2 ജൂനിയർ. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡിലെ നമ്മുടെ മത്സരങ്ങളും ഗാനങ്ങളും ഒക്കെ കേൾക്കാൻ സമയമായിരിക്കുകയാണ്. പക്ഷെ അതിനൊക്കെ മുൻപായി നമുക്ക് നമ്മുടെ പ്രിയങ്കരായ ജഡ്ജസിനെ സ്വാഗതം ചെയ്യാം. നമുക്ക് ഏവർക്കും മറക്കാനാകാത്ത ഒരുപാട് ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ സമ്മാനിച്ച ഫാദർ ആന്റണി ഉർലിയാനിക്കൽ സിഎംആയി. ക്രിസ്തീയ ഭക്തിഗാന രംഗത്തും സിനിമ പിന്നണി ഗാന രംഗത്തും ഒരുപോലെ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച അൽഫോൺസ് ജോസഫ്. പ്ലേബാക്ക് സിംഗർ സിസിലി എബ്രഹാം. ഇനി നമുക്ക് നമ്മുടെ ഈ വേദിയിൽ നമ്മുടെ എല്ലാ കണ്ടസ്റ്റന്റ്സിനും എല്ലാവിധ സപ്പോർട്ടും നൽകുന്ന പ്രിൻസ് ജോസഫ് ലീഡ് ചെയ്യുന്ന ഓർക്കസ്ട്ര ടീമിനെയും നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യാം. വോയിസ് ഓഫ് ഗുഡ്നസ് സീസൺ 2 ജൂനിയറിന്റെ ഇന്നത്തെ എപ്പിസോഡിലെ ഫസ്റ്റ് പെർഫോമൻസിനായി ലെറ്റ് മീ ഇൻവൈറ്റ് ജെറമി ജിനു. ജെറമിക്കുട്ടി എന്തോ എപ്പോഴെപ്പോഴും പറയണ്ടല്ലോ, എപ്പോ വന്നാലും ജെറമിക്കുട്ടി നല്ല മിടുക്കി കുട്ടി, സുന്ദരി കുട്ടി കേട്ടോ. എപ്പോഴെപ്പോഴും ഞാൻ പറയുന്നില്ല, അങ്ങനെയാണ്. ഇന്ന് ഏത് റൗണ്ടിലാ പാടാൻ വരുന്നേ? റൗണ്ട് പുൽക്കുട്ടി വാഴുന്ന പൊന്നുണ്ണി എന്ന് പറയും. നല്ല പാട്ടാണല്ലേ. ആരും സെലക്ട് ചെയ്ത് തന്നെ? അപ്പായാണ്. അപ്പായാണ് സെലക്ട് ചെയ്തല്ലേ? നന്നായി പ്രാക്ടീസ് ചെയ്തോ? വീട്ടിൽ ആരൊക്കെയാ പാടുന്നേ? അപ്പായും പാടും, അമ്മയും പാടും. ആണോ? വേറെ അനിയനും ഉണ്ട്. അനിയ തോപ്പിച്ചിട്ടുണ്ടോ? പാടുന്നതാണോ? ഈ സ്റ്റേജിൽ കൊണ്ടുവന്നില്ലല്ലേ ജെറമിക്കുട്ടി? ഇരിപ്പുണ്ട്, പാടുവല്ലേ? അപ്പൊ ഇനിയിപ്പോ ജെറമി പാടുമ്പോ അനിയൻ ജഡ്ജ് ചെയ്യുവോ? ചെലപ്പോ ഒക്കെ ചെയ്യല്ലേ? അയ്യോ, അപ്പായും അമ്മായിയും അനിയനും എല്ലാരും ജെറമിക്കുട്ടിയെ പ്രാക്ടീസ് ചെയ്ത് വിട്ടിരിക്കുവാ അല്ലേ? കോൺഫിഡന്റ് അല്ലേ? പ്രാർത്ഥിച്ചിട്ടില്ലേ? ഒരുങ്ങിയിട്ടില്ലേ? അപ്പൊ നമുക്ക് എല്ലാവർക്കും ജെറമിക്കുട്ടിയുടെ പാട്ട് കേൾക്കാം. ഓൾ ദി ബെസ്റ്റ് ജെറമി. ും
ജർമ്മിക്കുട്ടി, എന്തോ നല്ല പാട്ടായിരുന്നു കേട്ടോ. താങ്ക് യു. ഞങ്ങളെല്ലാരും എപ്പോഴും പറയുന്ന പോലെ അബേലച്ചന്റെ സോങ്സ് ഒക്കെ ഇതിന്റെ പഴയ ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് തരുന്ന പാട്ടുകളാണ്. അങ്ങനെ ഒരു പാട്ട് സെലക്ട് ചെയ്തതിൽ താങ്ക്സ്. താങ്ക് യു. ഇനിയും നമ്മൾ കോമ്പറ്റീഷനിലേക്ക് ഇച്ചിരി ടൈറ്റ് ആയിക്കൊണ്ടിരിക്കാന്ന് അറിയാലോ അല്ലേ? അറിയാം. നമ്മളിങ്ങനെ ഓരോ സ്റ്റേജ് കഴിയും തോറും അതിന്റെ ഒരു കട്ടിയൊക്കെ കൂടി വരും അല്ലെ? ഇപ്പൊ ജഡ്ജ്മെന്റിന്റെ കട്ടി കൂടിയോ ഇല്ലെന്നൊക്കെ അറിയാം അല്ലേ? ഇന്ന് ജെറമിക്കുട്ടിയുടെ പാട്ട് എങ്ങനെ പാടിയെന്ന് നമുക്ക് ചോദിക്കാം. ഉരുളിയാനിക്കലച്ച, ജെറമിക്കുട്ടി നല്ല പാട്ടായിരുന്നു മോളെടുത്തത്. താങ്ക് യു. പുൽക്കൂട്ടിൽ വാഴുന്ന പൊന്നുണ്ണി, എന്തൊരു നല്ല പാട്ടല്ലേ, എന്തൊരു നല്ല മനോഹരമായ ആ പാട്ടൊരു ശാലീനതയുള്ള ഒരു പാട്ട്. ഇത്ര നല്ലൊരു ക്രിസ്മസ് പാട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ടാവും. ഈ പുസ്തകം മുഴുവൻ ആബേലച്ചന്റെ പാട്ടുകളാണ്. ആബേലച്ചന്റെ ഭക്തിഗാനങ്ങൾ, ഉറച്ച പാട്ടുകൾ. അപ്പൊ ഇവിടെ തെറ്റിയാലൊക്കെ എനിക്കറിയാം ഏതാ തെറ്റിപ്പോണെന്ന്. അപ്പൊ നല്ലൊരു സെലക്ഷൻ ആയിരുന്നു മോളുടെ. മോളുടെ ആ ശാലീനമായ നല്ല ഭംഗിയിൽ പാടാൻ മോൾ ശ്രമിച്ചു. ഒത്തിരി നല്ല പോയിന്റ്സ് ഉണ്ടായിരുന്നു മോളുടെ സിംഗിങ്ങില്, നല്ല ഭാഗങ്ങൾ ഒത്തിരി ഉണ്ട്. പിന്നെ മോളുടെ സിംഗിങ്ങില് കുറെ വാക്കുകളൊക്കെ ക്ലിയർ അല്ലാണ്ട് പോയി. മോളത് പറഞ്ഞ് പരിഭൂത, പിന്നെ എന്നാ പരിഭൂതമേനിയെ, പരിഭൂതമേനിയെ, നീരാളമേഘം, അത് കഴിഞ്ഞോളെ എങ്ങനെയാ, നീരാളമേഘം പതഞ്ഞു നിന്നു. കണ്ടോ ഇപ്പൊ എന്ത് ക്ലാരിറ്റി ആയിരുന്നു, ഇത് ആർക്കും മനസ്സിലായേക്കാണില്ല. നീളെ, അതെങ്ങനെയാ, നീളെ പരന്നു മഹാനന്ദ സന്ദേശം, സർവേശപുത്രൻ ജനിച്ചു പോകും. ഇങ്ങനെ അച്ചിട്ട പോലെ പാടണം കേട്ടോ. ഈ വാക്കുകളൊന്നും തിരിഞ്ഞില്ല. അതുപോലെ ഇതൊന്ന് പഠിക്കേ, മിന്നും തൂവെള്ളി, തൂവെള്ളി കൈകൾ നിൻ, പഠിക്കങ്ങനെ, കൈ കൈകൾ നിൻ. ഇപ്പോഴും കറക്റ്റ് അല്ല. നീളെ പരന്നു മഹാനന്ദ സന്ദേശം, അന്ന് പഠിക്കേ, നീളെ പരന്നു മഹാനന്ദ സന്ദേശം, മഹാനന്ദ ഇവിടെ, നീളെ പരന്നു മഹാനന്ദ സന്ദേശം, സർവേശപുത്രൻ ജനിച്ചു ഭൂവിൽ. അവിടെ അങ്ങനെ കുറെ പോയി. പരിഭൂതമേനി അക്ഷരങ്ങളാണ് മോളിലെ, അത് വളരെ ശ്രദ്ധിക്കണം കേട്ടോ. മോളി പാട്ട് പാടുമ്പോ എല്ലാവർക്കും ഇഷ്ടാവും, പക്ഷെ ജർമ്മിക്കുട്ടി ഒത്തിരി ശ്രദ്ധിക്കണം. എന്റെ പല്ലവി, അവസാനത്തെ പല്ലവി മോളിൽ നന്നായിരുന്നു, വളരെ നന്നായിരുന്നു. മറ്റേതെല്ലാം ശ്രുതി ശുദ്ധമാകാനുണ്ട്. മോൾ ഒത്തിരി ഈ പാട്ടിലൊരു ഇമോഷനുണ്ട്. ഇമോഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഭാവം, ഒരു ഫീലിംഗ് ഉണ്ട്. ആ ഫീലിനേക്കാളും കൂടുതൽ ഫീലിംഗ് മോള് കൊടുക്കുവോ പിന്നെയും ആ പാട്ടിന്റെ മുകളില്. അപ്പൊ ഇങ്ങനെ ഉടുപ്പിന്റെ മേളിൽ ഉടുപ്പിടുന്നത് പോലെ ഇരിക്കുന്നത്, മുഴച്ചിരിക്കും ഇങ്ങനെ. അങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ, ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ മീനു, ഓക്കെ. താങ്ക് യു അച്ഛാ. അൽഫോൻസേട്ടാ, ജെറമിക്കുട്ടി, എന്തോ നല്ല രസമുണ്ട് ജെറമിക്കുട്ടീനെ കാണാനായിട്ട്. ഞാനിങ്ങനെ പാട്ട് പാടുന്ന സമയത്തൊക്കെ ശ്രദ്ധിക്കുമായിരുന്നു, നല്ല പ്ലസന്റ് ആയിട്ട് ചിരിച്ച് കൊള്ളാട്ടോ. അത് കീപ്പ് ചെയ്യണം എപ്പോഴും. അപ്പൊ എന്നാന്ന് വെച്ച് കഴിഞ്ഞാല് ഓഡിയൻസിന് ഭയങ്കര സന്തോഷം ഉണ്ടാവും എപ്പോഴും മോളുടെ മുഖത്ത് നോക്കുമ്പോ കേട്ടോ. പാട്ട് പാടുന്ന സമയത്ത് മൂക്കടപ്പുണ്ടായിരുന്നു അല്ലേ? ജലദോഷം ഉണ്ടായിരുന്നു, മരുന്ന് കഴിക്കുന്നുണ്ട്. അപ്പൊ ഈ മൂക്കടപ്പ് വരുമ്പോ നമ്മൾ കുറേം കൂടി എക്സ്ട്രാ സ്ട്രെസ് ചെയ്യണം വാക്കുകള്. നമ്മൾ സാധാരണ പറയുന്ന പോലെ പറഞ്ഞു കഴിഞ്ഞാൽ എന്നാ പറ്റും, ക്ലിയർ ആവില്ല. അപ്പൊ ഒരു എക്സ്ട്രാ എഫേർട്ട് എടുത്തിട്ട് നമ്മൾ ഒന്നുകൂടെ പറയേണ്ടി വരും. അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഉയർന്ന ശ്രുതിയിലുള്ള ഭാഗങ്ങൾ ഒട്ടും ക്ലിയർ ആവില്ല. ഏറ്റവും കൂടുതൽ പ്രശ്നം തോന്നിയത് ആ മുകളിലുള്ള ഭാഗം. നേരത്തെ അച്ഛൻ പാടിപ്പിച്ചില്ലേ? അപ്പോ നീർച്ചാൽ, അതുപോലെ പുത്രൻ ജനിച്ചപ്പോൾ, ആ ഭാഗത്തെ ക്ലാരിറ്റി, അതുപോലെ തന്നെ അങ്ങോട്ട് ശ്രുതി എത്തുന്നുണ്ടായിരുന്നില്ല. ജസ്റ്റ് ഒന്ന് അങ്ങനൊന്ന് പാടി കേൾപ്പിക്കാവോ? ഒരു ഡീലൊന്ന് പാടി കേൾപ്പിക്കാവോ ആ ഭാഗം? ശ്രുതി ശ്രദ്ധിക്കണം. ശ്രുതി എപ്പോഴും കുറച്ച്
ഫ്ലാറ്റ് ആവുന്നുണ്ട്. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കൈകൾ എന്നുള്ളത് കൈകൾ എന്നൊക്കെ കേൾക്കുക, അത് ഇങ്ങനെ അടഞ്ഞു നിൽക്കുന്നോണ്ടായിരിക്കും. അപ്പോ ഒന്ന് ശ്രദ്ധിക്കണം പ്രത്യേകം കേട്ടോ. മറ്റൊന്ന് പ്രധാനമായിട്ട് ഞാൻ വാക്കുകളുടെ ക്ലാരിറ്റി എഴുതിയിരിക്കുന്നത്. പിന്നെ ശ്രുതിയുടെ ഒരു ഇത്, ചില ഭാഗങ്ങളൊക്കെ രസമുണ്ട്, കേൾക്കാൻ രസമുണ്ട്, ഇമോഷൻസ് മോള് കൊടുക്കുന്നുണ്ട്, ചില സംഗതികളൊക്കെ കൃത്യമായിട്ട് ചില സ്ഥലങ്ങളിൽ വരുന്നുണ്ട്. പക്ഷെ ക്ലാരിറ്റി, വാക്കുകളുടെ ക്ലാരിറ്റി, അതിലാണ് മെയിൻ പ്രശ്നം തോന്നിയത്. അത്രയേ ഉള്ളൂ. അപ്പം ഈ ഒരു റൗണ്ട് ആയതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം. മൂക്കടപ്പാണോ ജലദോഷമാണോ എന്നുള്ളതൊന്നും ഇവിടെ നമുക്ക് ചിലപ്പോൾ പരിഗണിക്കാൻ പറ്റില്ല ഈ ഒരു ഘട്ടത്തില് കേട്ടോ. അപ്പൊ പ്രത്യേകം അത് ശ്രദ്ധിക്കുക. ഓൾ ദി ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു അൽഫോൻസേട്ടാ. സിസിലി, ജെർമിക്കുട്ടി ആസ് യൂഷ്വൽ വെരി സ്മാർട്ട്, വെരി പ്ലസന്റ്. ഇത് അഗൈൻ KK ആന്റണി, ആബേലച്ചൻ, ദാസേട്ടൻ കോമ്പിനേഷനിലുള്ള ഒരു മനോഹരമായ ഹൃദ്യമായ പാട്ടാണ്. അപ്പൊ മോള് പാടിയപ്പോ ജെർമിക്കുട്ടിയുടെ ഒരു എന്താ പറയാ വളരെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് മോള് ഫീലിംഗ്, ആ ഇമോഷൻസ്, ഏത് പാട്ടാണെങ്കിലും ആ ഇമോഷൻസ് നന്നായിട്ട് മോള് ക്യാരി ചെയ്യും. അത് മോളുടെ വലിയൊരു പ്ലസ് പോയിന്റ് ആണ്. പക്ഷെ ഇങ്ങനത്തെ പാട്ടുകൾ പാടുമ്പോ ഇപ്പോ അച്ഛൻ വേർഡ്സ് പറയിപ്പിച്ചപ്പോ നമുക്കൊക്കെ ആണെങ്കിൽ ഒന്ന് പാടി നോക്കണം ആ വേർഡ്സ്. ഇത് അച്ഛൻ ഒരു വാക്ക് അങ്ങോട്ട് ഇട്ട് വരുമ്പോ അതിന്റെ ബാക്കി ഇങ്ങനെ നല്ല സ്പീഡിൽ പറയാണ്. അപ്പൊ അതൊക്കെ നല്ല കാണാപ്പാടമാണ് മോൾക്ക്. പക്ഷെ പാടുമ്പോ ആ ഒരു ക്ലാരിറ്റി നമുക്ക് വാക്കുകൾ കിട്ടുന്നില്ല. ഇത് തന്നെയാണ് ഞങ്ങൾ എല്ലാവരും നോട്ട് ചെയ്തൊരു കാര്യം. എന്ന് വെച്ച് കഴിഞ്ഞാൽ മോളുടെ ആ ഇമോഷൻ ഒരുപാട് അങ്ങ് വരുമ്പോഴത്തേക്കിനും വാക്കുകൾ മുങ്ങിപ്പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇനി മോള് ശ്രദ്ധിക്കണം, മോൾക്ക് ഇമോഷൻ വന്നോളും. എസ്പെഷ്യലി ഞാൻ നോട്ട് ചെയ്ത ഈ ഒരു സോങ്ങില് യേശുനാഥൻ ജനിച്ചു ഒക്കെ പറയുമ്പോ നല്ല സന്തോഷത്തിലും, അത് കഴിഞ്ഞ് ചരണം കഴിഞ്ഞിട്ടൊരു സ്റ്റാൻസയില്ലേ, അതില് ഇമോഷൻ മാറി പെട്ടെന്ന് സങ്കടമായി. അതൊക്കെ മോള് നന്നായിട്ട് ക്യാരി ചെയ്യുന്നു. അതൊക്കെ എങ്ങനെയാ മോൾക്ക് ലിറിക്സ് വായിച്ച് മോള് തന്നെ മനസ്സിലാക്കണാണോ അതോ പേരന്റ്സ് പറഞ്ഞു തരുമോ ഇങ്ങനെയാണ് വാക്കുകള് അർത്ഥം പറഞ്ഞു തരും അല്ലേ? വെരി നൈസ്. അതൊക്കെ നല്ല ശ്രദ്ധിച്ച് മോള് നന്നായിട്ട് അതൊക്കെ ചെയ്തു. പക്ഷെ നമുക്ക് അതെന്താ മോൾ അങ്ങനെ ഇമോഷൻ മാറിയെന്ന് അറിയണമെങ്കിൽ ഞങ്ങൾക്ക് ലിറിക്സ് കേൾക്കണം അല്ലെ? അപ്പൊ ലിറിക്സ് ഞങ്ങൾക്ക് കേട്ടാലേ ഞങ്ങൾക്കും അത് ഇൻവോൾവ്മെന്റ് വരുള്ളൂ. അപ്പൊ ഇനി കുറച്ച് മോള് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വേർഡ്സ് നന്നായിട്ട് ശ്രദ്ധിച്ച് അത് ക്ലാരിറ്റിയോടുകൂടി പാടാനായിട്ട് ശ്രമിക്കണം കേട്ടോ. ഇമോഷൻ മോൾക്ക് വന്നോളും, അത് മോള് വറി ചെയ്യണ്ട. അത് ശ്രദ്ധിച്ച് അടുത്ത പ്രാവശ്യം നന്നായിട്ട് പാടിയിട്ട് വായോ. ഓൾ ദി ബെസ്റ്റ്. ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. ചില സ്ഥലത്തൊക്കെ നല്ല ലിങ്ക്സ് ആയിരുന്നു മോളുടെ, നല്ല കണക്ഷൻ. പ്രത്യേകിച്ച് പരിഭൂതമേനിയെ പുൽകിടുന്നു, കറക്റ്റ് ആയിരുന്നു അവളെ. എല്ലായിടത്തും കോമ്പറ്റീഷന്റെ പിള്ളേർ തിരിച്ച പാടുന്നു, പക്ഷെ മോള് നന്നായിട്ട് പാടിയത്. അതുപോലെ തന്നെ അങ്ങനെയുള്ള എല്ലാ ലിങ്ക്സും മോളുടെ കണക്ട് ചെയ്യുന്നതെല്ലാം നന്നായിരുന്നു കേട്ടോ. നല്ല കറക്റ്റ് ആയിട്ട് മോള്, അനാവശ്യമായിട്ടുള്ള വൈബ്രേഷൻ ഒന്നും ഇല്ലാതെ കറക്റ്റ് ആയിട്ട് മോള് പാടി. ഗുഡ്. താങ്ക് യു അച്ഛാ. താങ്ക് യു സിസ്ലി. ഇവിടെ ജഡ്ജ്മെന്റ്സ് ഒക്കെ കഴിഞ്ഞു. എല്ലാം മനസ്സിലായില്ലേ ജെർമിക്കുട്ടിക്ക്? ഒത്തിരി നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു തന്നു, അതിന്റെ കൂടെ കറക്റ്റ് ചെയ്യേണ്ട കുറെ കാര്യങ്ങൾ പറഞ്ഞു തന്നു. അപ്പൊ നമുക്ക് ഇനി അടുത്ത റൗണ്ടിലതൊക്കെ ശരിയാക്കാം. അതിനു മുൻപ് നമുക്ക് ഇന്നത്തെ ജെർമിക്കുട്ടിയുടെ ഫാദർ ആബേൽ സോങ്ങിന്റെ സ്കോർ അറിയാം. ഉരുളിയാനിക്കലച്ച. Seven out of 10. Alfonseta. .5 out of 10. Sicily. .5 again, and ജെർമിയുടെ ഇന്നത്തെ ടോട്ടൽ സ്കോർ 22 out of 30. നല്ല സ്കോറാണ്. ജെർമി നല്ല ടാലന്റ് ഉള്ള കുട്ടിയാണ്. ജെർമിയുടെ എല്ലാ നല്ല ക്വാളിറ്റീസും പറഞ്ഞു. പക്ഷെ കറക്റ്റ് ചെയ്യാൻ ഇനിയും കാര്യങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ തീർച്ചയായിട്ടും ജെർമിക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. നമുക്കിനി അടുത്ത റൗണ്ടിൽ പ്രിപ്പയർ ചെയ്ത് വരാം. ഓക്കെ ജെർമി, ഓൾ ദി ബെസ്റ്റ്. വോയിസ് ഓഫ് ഗുഡ്നസ് സീസൺ 2 ജൂനിയറിൽ അടുത്തതായി പാടാൻ എത്തുന്നു ജോസഫ് ബിനു ചാക്കോ. ജോസഫ്, എന്തോ ഇന്ന് ഏത് റൗണ്ടാണ്? ആരാധന റൗണ്ട്. ഏത് പാട്ടാണ്? എഴുന്നള്ളുന്നു രാജാവ് എഴുന്നള്ളുന്നു. നല്ല ഫേമസ് ആയിട്ടുള്ള പാട്ടാണ്.
എല്ലാവർക്കും അറിയാം, ഉറപ്പായിട്ടും അറിയാത്ത ഒരാളും നമ്മുടെ ഓഡിയൻസിൽ ഉണ്ടാവില്ല. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ? പ്രാക്ടീസ് ചെയ്തു, എല്ലാം കറക്റ്റ് ആയിട്ട് കേട്ടു, പഠിച്ചു. അപ്പം ജോസഫ് നന്നായി പാടുന്നു, ഞങ്ങൾക്ക് എല്ലാവർക്കും ഉറപ്പുണ്ട്. പ്രാർത്ഥിച്ച് ഒരുങ്ങി പാടാം. ഓക്കെ ജോസഫ്, ഓൾ ദി ബെസ്റ്റ്. എഴുന്നള്ളുന്നു രാജാവെഴുന്നള്ളുന്നു, നാഗലോകനാഥനീശോ എഴുന്നള്ളുന്നു.
ജോസഫ്, എന്തോ നല്ല പാട്ടായിരുന്നു. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒന്നുകൂടി താങ്ക്സ് ഫോർ സെലക്ടിങ് ദിസ് വണ്ടർഫുൾ സോങ്. ഇനി നമുക്ക് ബാക്കി സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ പാടിയെന്ന് തോന്നുന്നു. ജഡ്ജസിലേക്ക് പോകുന്നതിന് മുമ്പ് ജോസഫിന്റെ ഒരു ഒപ്പീനിയൻ. കുഴപ്പമില്ലാണ്ട് പാടിയെന്ന് തോന്നുന്നു. കുഴപ്പമില്ലാതെ പാടിയെന്ന് തോന്നുന്നു അല്ലേ? നമുക്കിനി ജഡ്ജസിനോട് ചോദിക്കാം, ഈ പാട്ട് ജോസഫിന്റെ ആരാധന ഗാനം എങ്ങനെയുണ്ടായിരുന്നു അൽഫോൻസ് ചേട്ടാ? എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു പാട്ട്. കാരണം വളരെയധികം ജോസഫ് കഴിഞ്ഞ പെർഫോമൻസിൽ നമ്മൾ പറഞ്ഞ പല കാര്യങ്ങളും അത് അക്ഷരാർത്ഥത്തിൽ ഇവിടെ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചു. ഒന്ന് ആ ഒരു ഭയങ്കര തുറന്നു പാടുന്ന ഒരു കാര്യം ആ പാട്ടിനനുസരിച്ച് ജോസഫ് അത് ഒന്ന് ഒതുക്കി അതിന്റെ ആ ഒരു രീതിയിൽ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചു. അതുപോലെ തന്നെ വാക്കുകൾ പറയുന്നതിനകത്ത് എഴുന്നള്ളുന്നു, നമുക്കൊരു സുഖം ഉണ്ടായിരുന്നു ഒന്ന് കേൾക്കാനായിട്ട് കേട്ടോ. വെരി ഗുഡ്, താങ്ക് യു. പിന്നെ സംഗതികളൊക്കെ ആണെങ്കിൽ ഒരു ബാലൻസ്ഡ് ആയിട്ട് സംഗതികൾ കൊണ്ടുവരാനായിട്ട് പരിശ്രമിച്ചിട്ടുണ്ട്. ഇടയ്ക്കൊരു തുടക്കത്തില് ഒരു ലൈൻ കർണാട്ടിക്കിന്റെ ഒരു മൂഡിലേക്ക് പോകാൻ വേണ്ടി ശ്രമിച്ചു, പക്ഷെ കുഴപ്പമില്ലായിരുന്നു. എനിക്ക് പ്രധാനമായിട്ട് ശ്രദ്ധിക്കണമെന്ന് പറയാൻ തോന്നിയ ഒരു കാര്യം, മോന് അനുപല്ലവിയുടെയും ചരണത്തിന്റെയും രണ്ട് ചരണങ്ങളുടെയും മുകളിലേക്ക് പോകുന്ന ഭാഗത്ത് ഇച്ചിരി ഒരു ഫോൾസെറ്റോ ഉപയോഗിക്കാനായിട്ട് ശ്രമിച്ചപ്പം രണ്ട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഒന്ന്, അവിടെ ഇച്ചിരി ശ്രുതിയുടെ കൺട്രോള് ഇഷ്ടപ്പെട്ടു. ഒന്ന്, പിന്നെ ഒന്ന് ഭയങ്കരമായിട്ട് ഡൈനാമിക്സ് അങ്ങ് താഴെ പോയി. എന്ന് വെച്ചാല് ഭയങ്കര ഒരു ആ ടോൺ ഡിഫറൻസ് വന്നു. കാര്യം ഇമ്മീഡിയറ്റ്ലി അടുത്ത ലൈൻ മൃതിയടഞ്ഞ അല്ലെ ആ ഭാഗം, അതുപോലെ തന്നെ അനുപല്ലവിയിലും അത് കഴിഞ്ഞ് വരുന്ന ഭാഗം വരുമ്പോൾ പെട്ടെന്ന് ഒരു മെച്ചേർഡ് ഇതായി ആദ്യത്തെ രണ്ട് ലൈൻ ഭയങ്കരമായിട്ട് അങ്ങ് ഡള്ളായി പോയ പോലെ. അപ്പൊ നമുക്കൊരു ചെറിയ ട്രെയിനിങ് ആവശ്യം. ഫോൾസെറ്റ് പാടുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഒന്ന് നമ്മളൊന്ന് ട്രെയിൻ ചെയ്യണം. ഈ രണ്ട് ടോണുകൾ തമ്മിലൊരു വേരിയേഷൻ ഇല്ലാതെ വരുന്ന രീതിയിൽ നമ്മൾ ട്രെയിൻ ചെയ്യണം. ഒന്ന് പാടാം. നമുക്ക് നോർമലി തുറന്ന് പാടാൻ ബുദ്ധിമുട്ടായിരിക്കും ഇവിടെ. അങ്ങനെ തുറന്ന് പാടാനായിട്ട് ഡിഫിക്കൽട്ട് ഉണ്ട്. ഇപ്പൊ നമ്മൾ തന്നെ ഇച്ചിരി ഒന്ന് നമ്മളൊന്ന് ഒതുക്കി അല്ലെ ഒരു ചെറിയൊരു ഫോൾസെറ്റ് ഉപയോഗിക്കും. അപ്പൊ അവിടെ ഉപയോഗിക്കുമ്പോ നമ്മൾ ആ ഒരു വോളിയം കുറയാൻ സാധ്യതയുണ്ട്. അപ്പൊ അതിന്റെ ഒന്നെങ്കിലും മൈക്ക് അടുത്ത് പിടിച്ച് പാടാം. പിന്നെ ഭോജ്യം, അവിടത്തെ സംഗതി കുറച്ചുകൂടെ ഒന്ന് നമ്മൾ പറഞ്ഞ പോലെ ഒന്ന് മിതമാക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. അപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എനിക്ക് തോന്നിയത്. അതർവൈസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. മോന്റെ ആ ഒരു കുറെ കാര്യങ്ങൾ ഈ പെർഫോമൻസിൽ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സർ. താങ്ക് യു അൽഫോൻസ് ചേട്ടാ. സിസിലി, നന്നായി പാടി കേട്ടോ ജോസഫ്. നല്ല രസമുണ്ടായിരുന്നു. എസ്പെഷ്യലി ഇതൊരു അഡ്രേഷൻ സോങ് ആണ്. എഴുന്നള്ളുന്നു രാജാവ് എഴുന്നള്ളുന്നു പറയുമ്പോൾ തന്നെ നമുക്ക് രോമാഞ്ചം വരേണ്ട ഒരു പാട്ടാണ്. അപ്പം അത് ആ ഫീല് ജോസഫ് പാടിയപ്പോ നമുക്ക് കിട്ടി കേട്ടോ. ഒരുപാട് സന്തോഷം. മോൻ ആ എന്താ പറയാ ആ ഫീലിംഗ് ഉൾക്കൊണ്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ മോൻ ശ്രദ്ധിച്ച് പ്രാവശ്യം പാടി. ഒരുപാട് മോൻ അത് എന്താ ശ്രദ്ധിച്ച് പാടുന്നത് നമുക്ക് ഫീൽ ചെയ്യായിരുന്നു. സോ വെരി ഗുഡ് ജോസഫ്. ഇങ്ങനെ തന്നെ പോട്ടെ കേട്ടോ. ഈ പറഞ്ഞ പോലെ കുറെ സ്ഥലത്ത് ഞാൻ എഴുതി വെച്ചിരിക്കുന്നത് ചില സംഗതികളിൽ ഇച്ചിരി ഒരു എന്താ പറയാ അധികമായി വിബ്രാറ്റോ കൊടുക്കുന്നത്. അത് പക്ഷെ ഒരുപാട് കൺട്രോൾഡ് ആയി എങ്കിൽ പോലും ഞാൻ മെൻഷൻ ചെയ്യാണ് അടുത്ത പാട്ടുകളിലൊന്ന് ശ്രദ്ധിക്കണം എന്ന് പറയാനായിട്ട്. ഒരുപാട് പോർഷൻ ഉണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത്. എസ്പെഷ്യലി ലാസ്റ്റ് പല്ലവി വാസ് സോ ബ്യൂട്ടിഫുൾ. മതി മറന്നു, അത്ര നല്ലായിരുന്നു. അതുപോലെ മഹിതരേന്ന് പറഞ്ഞിട്ട് അതേതാ തേർഡ് വേഴ്സ് ആണെന്ന് തോന്നുന്നു. ആ കിട്ടിയ ലൈനില് അത് ഒറ്റ ബ്രത്തിൽ മോൻ പാടി. അത് നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. ഇങ്ങനെ ഇടയ്ക്ക് വേണമെങ്കിൽ കട്ട് ചെയ്യാമായിരുന്നു, പക്ഷെ അങ്ങനെ കട്ട് ചെയ്യാതെ ഫുൾ ലൈൻ നല്ല ബ്രത്ത് കൺട്രോളോടുകൂടി പാടി. നല്ല രസമുണ്ടായിരുന്നു അത് കേൾക്കാൻ. പിന്നെ കുറച്ച് സ്ഥലങ്ങളൊക്കെ മോനൊന്ന് ഇംപ്രവൈസ് ചെയ്ത് പാടി. പക്ഷെ അത് ആ പാട്ടിനെ എഫക്ട് ചെയ്യാത്ത രീതിയിൽ, ആ ഫീലിംഗ് പോവാത്ത രീതിയിലാണ് മോളും പാടിയത്. ഒരുപാട് സംഗതികൾ കൊടുക്കാതെ, എന്നാൽ ചില സ്ഥലത്ത് മാത്രം നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. സോ ഹാപ്പി ഫോർ യു ജോസഫ്. ഇങ്ങനെ തന്നെ പോട്ടെ കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു സിസിലി. ഉരുളിയാനിക്ക് ലക്ഷ. അബലസിന്റെ ഒരു പാട്ടാണ്. മാസ് കെ കാൻഡി മാസിന്റെ സംഗീതമാണ്.
എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പാട്ടാണ്. മോന്റെ കഴിവനുസരിച്ച് മോൻ പാടാൻ പരിശ്രമിച്ചു. നല്ല പ്ലസ് പോയിന്റ്സ് ഒത്തിരി പറഞ്ഞു ഇവര്. നല്ല കാര്യങ്ങളാണ് മോന്റെ രീതിയും. ജോസഫിന് ഒരു സ്റ്റൈലുണ്ട് സിംഗിങ്ങിന്, ചില കുറച്ച് കർണാട്ടിക് ടച്ച് ഇട്ട് മോൻ പാടുന്നുണ്ട്. അത് കുഴപ്പമില്ല, ക്രിയേറ്റിവിറ്റി നല്ലതാണ്, പക്ഷെ അത് കൂടുതലാവാതിരിക്കണം. അന്നേരം പാട്ടില് ചില നുവാൻസസ് നഷ്ടപ്പെടും. ചിലർക്ക് വളരെ നന്നായി പാടി. പിന്നെ മോന്റെ 3 കാര്യങ്ങളും മോൻ ശ്രദ്ധിച്ച് പാടണം. ഒന്ന്, മോന്റെ സ്വരത്തിന്റെ ശബ്ദത്തിന്റെ അടപ്പിനെ കുറിച്ച് പറഞ്ഞല്ലോ അല്ലെ, നല്ലൊരു കറക്ഷ പറഞ്ഞ്. 2, മോൻ കണ്ണടച്ച് ഇപ്പോഴും പാടുന്നു. ആ സ്റ്റൈലൊക്കെ ലെവലൊക്കെ വിട്ടുപോയി. എത്ര റൗണ്ട്സ് കഴിഞ്ഞത്, എത്ര പ്രാവശ്യം പറഞ്ഞതാ ഈ കണ്ണടച്ച് പാടരുത്, ആര് കാണാനാ, നമ്മൾ ആരെ. അതുകൊണ്ട് ആ പാട്ടിന്റെ ജീവനില്ലായിരുന്നു, ലൈഫ് നഷ്ടപ്പെട്ടു. സുഹൃതിയൊക്കെ ശരിയായിരിക്കാം, പക്ഷെ ഈ പാട്ട് കൺവേ ചെയ്യുന്ന ഒരു പവർ അത് ഇല്ലായിരുന്നു. പിന്നെ മോനെ അതില്ല, കനകതാരൊന്ന് പഠിക്ക്. ഇപ്പൊ മോൻ പാടിയ ശരിയാ അല്ലെ, കനകതാരം. വീണ്ടും സ്പേസ് കൊടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ മോൻ പാടുന്നതാണ്, അതുകൊണ്ട് പഠിക്കുന്നത്. കൊടുത്താൽ മതി. കടലിന്റെ മീത് പഠിക്ക്. കടലിന്റെ മീതെ കൂടുതലാണ്, അത്ര ഇല്ല അവിടെയൊക്കെ. അതുകൊണ്ടൊരു തെറ്റുണ്ട്. അതുകൊണ്ട് ഇവരെല്ലാം സകല പള്ളിയിലും പാടുമ്പോൾ തെറ്റുണ്ട്. വഴികളെ പുതിയ മലരുകൾ അണിഞ്ഞിടുവൻ. നിങ്ങളെല്ലാം പാടുന്നത് മഹിതലെ പുതിയ മലരുകൾ. തെറ്റാണത്. എല്ലാ പേരുകാരും പറയാം, ഞാൻ ഇവിടെ ഇരുന്നുണ്ട്. വഴികളെ പുതിയ മലരുകൾ അണിഞ്ഞിടുവിൻ. യേശുദാസ് പാടിയിരിക്കുന്നു, ബുക്കിലുള്ളതെല്ലാം അതാണ്. കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യണം കേട്ടോ. കുറച്ചുകൂടെ മോന്റെ ശബ്ദം മാറുന്നൊക്കെ പറഞ്ഞ ടെൻഷനുണ്ട്. സാരമില്ല, 1 മാസം 2 മാസം കഴിയുമ്പോൾ മാറിക്കോളും. പക്ഷെ മോന്റെ ആ പവർ നഷ്ടപ്പെടുത്തരുത്. ഇമാജിനേഷൻ, മോന്റെ ഭാവിയെ കുറിച്ചുള്ള സ്വപ്നങ്ങള് ഈ പാട്ടിനോട് ലിങ്ക് ചെയ്ത് പോകണം കേട്ടോ. ഓക്കെ, താങ്ക് യു അച്ഛ. ജോസഫ്, എന്തോ നമുക്ക് കമന്റ്സ് എല്ലാം കിട്ടി. ഇനി നമുക്ക് അറിയേണ്ടത് മാർക്സ് ആണ്. മാർക്സ് ചോദിക്കാം അൽഫോൺസേട്ടാ. മാർക്ക് പറയുന്നതിന് മുമ്പ് നേരത്തെ അച്ഛൻ പറഞ്ഞൊരു കാര്യം ഒന്നും കൂടി എടുത്തു പറയണമെന്ന് എനിക്ക് തോന്നി. അതായത് നമ്മൾ പാട്ട് പഠിക്കുമ്പോൾ ഒറിജിനൽ സിംഗർ അത് ആരാണോ ശരിക്കും പാടിയിരിക്കുന്നത് ആ സിംഗറിന്റെ വേർഷൻ വേണം നമ്മൾ കേട്ട് പഠിക്കാനായിട്ട്. കാര്യം പല കവർ വേർഷൻസും യൂട്യൂബിൽ ഇപ്പോൾ അവൈലബിൾ ആണ് എല്ലാ പാട്ടുകളുടെയും. അപ്പൊ എന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് ഒറിജിനൽ ആ സിംഗർക്കാണ് അതിന്റെ ഒറിജിനൽ മ്യൂസിക് ഡയറക്ടർ പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. ബാക്കി കവർ സോങ്സ് എന്നൊക്കെ പറഞ്ഞാൽ ആ പാടിയിരിക്കുന്ന ആള് പാടി കേട്ടിട്ട് അദ്ദേഹത്തിന് തോന്നുന്ന ഇംപ്രൊവൈസേഷൻ അനുസരിച്ചിട്ടായിരിക്കും പാടിയിരിക്കുന്നത്. അപ്പോൾ ഒറിജിനൽ കമ്പോസർ പറഞ്ഞു കൊടുത്ത് പാടുന്ന ആ സിംഗറിന്റെ അതിനകത്തായിരിക്കും പരിപൂർണമായിട്ടുള്ള ഒരു റെൻഡറിങ് ഉണ്ടാവും. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. എല്ലാവരും, എല്ലാ കണ്ടസ്റ്റന്റ്സിനും കൂടിയാണ് പറയുന്നത്. അപ്പൊ മോന്റെ മാർക്ക്. Eight out of 10. Sicily. Eight again, and Uryanikalacha. .5 out of 10, and ജോസഫിന്റെ ഇന്നത്തെ ടോട്ടൽ സ്കോർ 23.5 out of 30. നല്ല സ്കോറാണ്. ആ സ്കോർ പറഞ്ഞപ്പോഴാണ് ജോസഫിന്റെ ആ ചിരി എനിക്ക് മുഴുവനായിട്ട് കാണാൻ പറ്റിയത് ഇപ്പൊ ഈ സ്റ്റേജിൽ വന്നിട്ട്. ഹാപ്പി ആയോ? ഹാപ്പിയാ. എന്തുകൊണ്ടാ സ്കോർ കൂടുതൽ മേടിക്കാൻ പറ്റിയത് ജോസഫിന്? ജഡ്ജസ് പറഞ്ഞതൊക്കെ തിരുത്താൻ ശ്രമിച്ചു അല്ലേ? അപ്പൊ അങ്ങനെ തന്നെ മുന്നോട്ട് പോകണം. അതിനൊരു വലിയൊരു അനുഭവം അല്ലേ ഇന്ന് നമ്മൾ ആ കൊച്ചു കൊച്ചു കാര്യങ്ങൾ കറക്റ്റ് ചെയ്തപ്പോ തന്നെ എന്തെല്ലാം വ്യത്യാസം വന്നു സിംഗിങ്ങിൽ. അപ്പൊ ഇന്ന് കിട്ടിയ കാര്യങ്ങളും കൂടെ കറക്റ്റ് ചെയ്യുവാണെങ്കിൽ നെക്സ്റ്റ് റൗണ്ട് ഡെഫിനറ്റ് ആയിട്ടും ഇതിലും നല്ല സ്കോർ ജോസഫിന് കിട്ടും. സോ കൺഗ്രാറ്റുലേഷൻസ് ഫോർ ടുഡേസ് പെർഫോമൻസ്. ഇനി അടുത്ത റൗണ്ടിൽ നന്നായിട്ട് ഒരുങ്ങി പ്രിപ്പയർ ചെയ്ത് വരിക. ഗുഡ് ലക്ക് ജോസഫ്. വോയിസ് ഓഫ് ഗുഡ്നസ് സീസൺ 2 ജൂനിയറിൽ അടുത്തതായി ഒരു ഡുവറ്റ് പെർഫോമൻസ് ആണ്. അതിനായി ഞാൻ ഒരു കൊച്ചു മിടുക്കനെയും സ്വാഗതം ചെയ്യുന്നു.
Jennifer Alice and Jaden Joseph. Jennifer and Jaden, എന്ത് ഭംഗിയാ കാണാൻ. ഇപ്പൊ തന്നെ ഓഡിയൻസ് ഇങ്ങനെ നോക്കിയിരിക്കും, എന്ത് ഭംഗിയാ രണ്ട് മാലാക്ക കുഞ്ഞുങ്ങളെ കാണാൻ. നല്ല ഡ്രസ്സ്. ഇതിന് തന്നെ പകുതി മാർക്ക് തരാൻ പറയാല്ലേ. നല്ല ഭംഗിയായിട്ട് ഒരുപോലെ വന്നിട്ടുണ്ട് കേട്ടോ രണ്ടുപേരും. ഇനി ഏത് പാട്ടാണ് നിങ്ങൾ പാടുന്നത്? നല്ല പാട്ടും കൂടിയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. പ്രാക്ടീസ് ചെയ്തോ? അപ്പൊ എല്ലാം നല്ല പ്രിപ്പയർഡ് ആയിട്ട് ഒരുങ്ങി വന്നിരിക്കുകയാണ് രണ്ടുപേരും. നമുക്ക് ഒട്ടും താമസിക്കാതെ ഒരു ഡുവറ്റ് കേൾക്കാം, ആസ്വദിക്കാം. ഓൾ ദി ബെസ്റ്റ്.
ജെന്നിഫർ, എന്തോ? നല്ല പാട്ടായിരുന്നു. താങ്ക് യു. ഞങ്ങളിങ്ങനെ നന്നായിട്ട് ആസ്വദിച്ചിരിക്കുകയായിരുന്നു. കാണാനും കേൾക്കാനും ഒക്കെ നല്ല ഭംഗിയായിരുന്നു രണ്ടുപേരും കൂടെ പാടിയപ്പോ. താങ്ക് യു. പക്ഷെ നമുക്ക് ജഡ്ജ്മെന്റ് കേൾക്കുമ്പോ ഇച്ചിരി പേടിയല്ലേ, എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടാവുമോ? നമുക്കെല്ലാം നോക്കണം. എന്താണേലും അടുത്ത റൗണ്ടിലേക്ക് പോകുമ്പോ കറക്ഷൻസ് കൂടിയേ തീരൂ. അതിനാണ് നമുക്ക് നമ്മുടെ ജഡ്ജസ് ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ വരെ പറഞ്ഞു തരുന്നത്. പക്ഷെ എന്തൊക്കെയാണെങ്കിലും നിങ്ങൾ ഈ സ്റ്റേജിൽ ഇംപ്രൂവ് ചെയ്യുന്ന കാണുമ്പോൾ പ്രേക്ഷകരായ ഞങ്ങൾക്കും കൂടെ നിൽക്കുന്ന ചേച്ചിക്കൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു. നമുക്ക് ഒഴിച്ചുകൂടാനാവാത്ത കാര്യമാണ് ജഡ്ജസിന്റെ കമന്റ്സ്. നമുക്ക് ചോദിച്ചറിയാം. ഉർലിയാനിക്കൽ അച്ഛ, നല്ല പാട്ട്, നല്ല പെർഫോമൻസ്, താങ്ക് യു. നല്ല സ്റ്റൈല് നിങ്ങൾ കാണാം. താങ്ക് യു. ആദ്യ കുർബാന സ്വീകരിക്കാൻ പിള്ളേർ നിൽക്കുന്ന പോലെ നന്നായി പാടി മക്കളെ. നല്ല പാട്ടാണ് നിങ്ങൾ കേട്ടോ. നല്ല പാട്ട് എടുത്തെന്ന് മാത്രമല്ല, നിങ്ങളത് ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട് നിങ്ങൾക്ക് ആരൊക്കെ അവിടെ പാടണം. ഇത് അത്ര എളുപ്പമുള്ള പാട്ടല്ല പാടാനായിട്ട്. യേശുദാസും ചിത്രയും ഒക്കെ പാടിയ പാട്ടല്ലേ, കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ പാട്ടാണ്. എന്നിട്ട് നിങ്ങളത് സൂക്ഷ്മതയോടെ പഠിച്ചു. അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അതിന്റെ ആ എല്ലാ നുവാൻസസും കണ്ട് മക്കൾക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങൾ രണ്ടുപേരും അതിന്റെ എല്ലാം ശ്രദ്ധിച്ച് പഠിച്ചിട്ടുണ്ട്. താങ്ക് യു. ജെന്നിഫർ മോള് നന്നായി പാടി കേട്ടോ. മോളിൽ നിന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടു. മോളിലെ സിംഗിങ് നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യുന്നു മോള്. വെരി ഗുഡ് കേട്ടോ. നല്ല ശാലീനമായ ശബ്ദവും മുഖവും എല്ലാം മോൾക്കുണ്ട്. നല്ല ക്വാളിറ്റിയാണത്. പിന്നെ കനിഞ്ഞരുളു ഇല്ല, കനിഞ്ഞരുളു, അങ്ങനെ പിന്നെ ചന്ദ്രികയെ, ഇവിടേക്കാണ് ഇച്ചിരി ഒരു ശതം പറ്റിയത്. അനുപല്ലവിയില് അന്ന് പഠിക്ക് കനിഞ്ഞരുളു. അതെവിടെയാ വരുന്നത്? ഇപ്പൊ നന്നായി. ആ ശീതളം ഒന്നുകൂടെ പഠിക്കും, ഒന്നുകൂടെ പഠിക്കും. അടുത്തത് ചൊരിഞ്ഞു നീ. ഇപ്പൊ കറക്റ്റ്. അത് 2 പ്രാവശ്യം അത് കുറവായിരുന്നു. നല്ല മോൾ ഡിവൈഡ് ചെയ്ത് നിങ്ങൾ പാട്ടുകൾ നിങ്ങൾ ഒരുമിച്ച് പാടുമ്പോഴും ശ്രുതിയും വ്യത്യാസം വന്നില്ല. ഉച്ചാരണമൊക്കെ നല്ല കറക്റ്റ്. മോനെ ജെയ്ഡന് നന്നായിരുന്നു കേട്ടോ. നല്ല മോളുടെ മോളിലേക്കൊക്കെ നന്നായി പോകുന്നുണ്ടല്ലോ. അപ്പൊ മോശമൊന്നുമില്ല, നല്ല ഇമ്പ്രൂവ്മെന്റ് ആവുന്നു. പിന്നെ ഒരു പാട്ടിൽ ഇങ്ങനെ ബ്രേക്ക് ചെയ്യുന്നു കേട്ടോ. വാർമണി മഹേശ്വര അതാ ബ്രീതിങ്. പിന്നെ എല്ലാം കറക്റ്റ് ആയിരുന്നു. ഇന്ന് ഞാൻ കാൺമതിലെന്ന് പഠിക്ക്. രാവിന്റെ കോരിരുൾ ചൂഴുമീ വേളയിൽ ഇന്നു നാം കാൺമതില്ലേ ദൂരെയായി. ഇപ്പൊ ദൂരെ എന്നല്ല, മറ്റേ ദൂരെ കിട്ടില്ല. കുറച്ച് മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. എങ്കിലും ഒരു ടോട്ടൽ കറക്ഷൻ കുറച്ചുകൂടെ ഭംഗിയാക്കാം. അവർക്ക് നല്ല ഭാവിയുള്ളതുകൊണ്ട് ഒത്തിരി വേദികളിൽ നിൽക്കാന്നുള്ളതല്ലേ. അല്ല ജെന്നിഫറെ, നല്ല ഡിവിഷൻ പാട്ട് നിങ്ങൾ ഡിവൈഡ് ചെയ്തു, നല്ല പിച്ച് കീപ്പ് ചെയ്തു, കമ്മ്യൂണിക്കേഷൻ നന്നായിരുന്നു. ടോട്ടലി ഇറ്റ്സ് എ വെരി വെരി ഗുഡ് പെർഫോമൻസ്. താങ്ക് യു അച്ഛ. അൽഫോൺസ് ചേട്ടാ, നല്ല പെർഫോമൻസ് ആയിരുന്നു. താങ്ക് യു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് ഒന്ന്, നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പാടിയപ്പോ നല്ല ബ്ലെൻഡിങ് ഉണ്ടായിരുന്നു. സാധാരണ കുറെ പ്രാവശ്യം ഒരുമിച്ച് പാടിയാലേ അങ്ങനെ ഒരു ബ്ലെൻഡിങ് കിട്ടുള്ളൂ. ഇത് നിങ്ങൾ രണ്ടുപേരും ഒരുപോലെ വോയിസിന്റെ ക്വാളിറ്റിയിലൊക്കെ ഒരുപോലെ ഞങ്ങൾക്ക് ഇവിടുന്ന് ഫീൽ ചെയ്തു. അത് ഒന്നാമത്തെ കാര്യം. മറ്റൊന്ന് കോസ്റ്റ്യൂം, നിങ്ങളുടെ ഡ്രസ്സിലെ നല്ല രസമുണ്ടായിരുന്നു. നിങ്ങൾ രണ്ടുപേരും ഒരുപോലെ അച്ഛൻ പറഞ്ഞ പോലെ ഒരു ആദ്യ കുർബാന സ്വീകരണത്തിന് നിൽക്കുന്ന പോലെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. മറ്റൊന്ന്, ചില ആക്ഷനുകൾ ഒരുപോലെ ആവാൻ തുടങ്ങി. ജെയ്ഡൻ ഇതുവരെയും കൈ ഇങ്ങനെ എടുത്ത് ഈ ഒരു ആക്ഷൻ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ അവസാനമൊക്കെ ആയപ്പോഴത്തേക്കും ജെന്നിഫർ കാണിക്കുന്ന പോലെ തന്നെ കൈയുടെ ആക്ഷനൊക്കെ രണ്ടുപേരും ഒരുപോലെ ചെയ്യുന്നുണ്ടായിരുന്നു. അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ആ ഒരു നല്ലൊരു യൂണിറ്റി ഞങ്ങൾക്ക് ഫീൽ ചെയ്യാനായിട്ട് സാധിച്ചു. അവനെന്ത് പറ്റി ആദ്യം പാടിയപ്പോ ജെയ്ഡൻ ഇച്ചിരി ടെൻഷൻ ഉണ്ടായിരുന്നോ? പുറത്തു പോയതാണ്. അതൊരു സുന്ദരിക്കുട്ടി അടുത്ത് നിൽക്കുന്നോണ്ട് ടെൻഷനായോ? കാര്യം ഭയങ്കര ഒരു ബ്രത്തിന്റെ ഒരു പ്രശ്നം തുടക്കത്തിൽ ഫീൽ ചെയ്തു. ഓരോ ലൈനിന്റെ ഇടയ്ക്ക് ഇങ്ങനെ നിന്ന് പക്ഷെ പിന്നെ ഓക്കെ കേട്ടോ, നന്നായിരുന്നു രണ്ടുപേരുടെയും പെർഫോമൻസ്. അതില് നോക്കിക്കഴിഞ്ഞാല് കമ്പയർ ചെയ്ത് നോക്കിയാൽ
ജെന്നിഫർ ഒരു പൊടിക്കുകൂടെ മുന്നോട്ട് നിന്നിട്ടുണ്ട് പെർഫോമൻസിൽ. ഒരു സ്ഥലത്ത് അനുപല്ലവിയിലാന്ന് എനിക്ക് തോന്നുന്നു, ഉള്ളില എന്ന് പറയുന്ന അനുപല്ലവി ഒന്ന് പാടാമോ? താപത്തിൻ താപമാർന്നിരിയുന്ന മാനസം വാടിത്തളർന്നിടുമ്പോൾ. അടുത്ത ലൈൻ പഠിക്കാം, മോൻ പഠിക്കാം. കനിവിന്റെ ശീതളം കരളിൽ ചൊരിഞ്ഞു നീ ജീവൻ പകർന്നിടേണേ. എനിക്കൊന്ന് അടുത്ത സ്റ്റാൻസയിലാന്ന് തോന്നുന്നു. അതെ അതെ അതെ, ആ ലൈൻ തന്നെ. അപ്പൊ അത് പാടുമ്പോ അത് ഒരുമിച്ച് വരേണ്ട ലൈനാ അല്ലേ? അതിന് തൊട്ടു മുമ്പ് എന്താ പറയുന്നത്? അതാണ് ശ്രദ്ധിക്കേണ്ടത്. കാർമേഘ പാളികൾ കുള്ളിലായി. കുള്ളിലായി എന്ന് പറഞ്ഞിട്ടൊരു വാക്കില്ല, അത് ഒരുമിച്ച് വരേണ്ടതാ. കാർമേഘ പാളികൾ കുള്ളിലായി, എന്നാലേ ആ വാക്ക് ക്ലിയർ ആവുള്ളൂ. മോൾ അത് നന്നായിട്ട് പാടി, കൃത്യമായിട്ട് ആ ഒരൊറ്റ ഇതിൽ പാടി. മോന് പെട്ടെന്ന് ശ്വാസം പോയി. അപ്പൊ എന്നാ ചെയ്യണം? ശ്വാസം നേരത്തെ എടുക്കണം. ശ്വാസം നേരത്തെ എടുത്തിട്ട് അത് മുഴുവനായിട്ട് ഒരുമിച്ച് പാടിയില്ലെങ്കിൽ അതിനൊരു അർത്ഥം ഉണ്ടാവില്ല. കാർമേഘ പാളികൾ ഒരു വാക്ക്, കുള്ളിലായി. കുള്ളിലായി എന്നൊരു വാക്കുണ്ടോ? കാർമേഘ പാളികൾ കുള്ളിലായി കേട്ടോ. അപ്പോഴത് കറക്റ്റ് ആവുള്ള അർത്ഥം. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾ പരസ്പരം നോക്കാനും ആ ഒരു കമ്മ്യൂണിക്കേഷനും. എനിക്ക് അതിനകത്ത് എനിക്ക് കൂടുതൽ ഇഷ്ടമായത് ജെയ്ഡനെയാണ്. കാര്യം ജെയ്ഡൻ കൂടുതൽ സമയം ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. മറ്റേ ആള് പാടുന്നതൊക്കെ ഇങ്ങനെ നോക്കി ആസ്വദിച്ചൊക്കെയാ പാടുന്നുണ്ടായിരുന്നത്. അതുപോലെ ഒരു ഇന്ററാക്ഷൻ മോൾക്കും ആകാമായിരുന്നു. എനിക്കൊന്ന് മോള് കുറച്ചും കൂടി പാട്ടിനെ തൊട്ട് ഫോക്കസ് ചെയ്ത് നിൽക്കുമായിരുന്നു തോന്നുന്നു അല്ലെ? ഇനി അത് ഒന്ന് നിങ്ങൾക്ക് ശരിയാക്കി എടുക്കാവുന്നതാണ്. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു നിങ്ങളുടെ പെർഫോമൻസ് കാണാൻ. ഓൾ ദി ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു അൽഫോൻസേട്ടാ. സിസിലി, ജെയ്ഡൻ ആൻഡ് ജെനിഫർ എക്സലന്റ് ആയിരുന്നു കേട്ടോ. നിങ്ങളെ കാണാനായിട്ട് എന്തൊരു ഭംഗിയാണ് കുട്ടികളെ. ഞാൻ 2 ഏഞ്ചൽസ് നിന്ന് ഇങ്ങനെ പാടുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഞാൻ നോക്കിയപ്പോ കോസ്റ്റ്യൂംസിൽ എവിടെയെങ്കിലും ഉണ്ടോ ഒരു മാച്ചിങ് അല്ലാതെ നിൽക്കാൻ. ഞാൻ ജെനിഫറിനെ ഇങ്ങനെ ആസ്വദിച്ച് നിന്നപ്പോ ജെയ്ഡൻ വരുന്നു. നല്ല വൈറ്റ് ഷൂസ് ആൻഡ് വൈറ്റ് സ്യൂട്ട് എല്ലാം നല്ല ഭംഗിയുണ്ട് കാണാൻ രണ്ടുപേരും. അപ്പൊ ഞാൻ വെച്ചു കോസ്റ്റ്യൂം 10 out of 10. അപ്പൊ ഇനി വെച്ചു ഇനി പാട്ട് എങ്ങനെയായിരിക്കും. അപ്പൊ പാട്ടും നിങ്ങൾ നന്നായി പ്രിപ്പയർഡ് ആയിട്ടാണ് വന്നത്. എനിക്ക് രണ്ടുപേരും ഭയങ്കര ഇഷ്ടമായി. ഞാൻ നിങ്ങളുടെ ഈ പാട്ടിലുള്ള ടെക്നിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കുറച്ച് അവിടെ ഇവിടെയൊക്കെ, എസ്പെഷ്യലി ജെയ്ഡന് മഹേശ്വര എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു കട്ട് വന്നു, കനിഞ്ഞിടനെ എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു കട്ട് വന്നു. പിന്നെ ഈ പാടി നിർത്തുന്ന നേരത്തൊക്കെ സസ്റ്റെയിൻ അവിടെ ആ പാടി നിർത്തുന്ന നേരത്ത് ശ്വാസം കിട്ടാതെ ഉള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. മോള് ലേറ്റ് ആണ് പാടിയത്. മോൾക്ക് എനിക്ക് തോന്നിയത് എന്താ പറയാ, പകർന്നിടണേ എന്ന് പറഞ്ഞൊരു സ്ഥലം ഉണ്ടല്ലോ, അവിടെ ഒരു ഇച്ചിരി ശ്രുതി, അത് കഴിഞ്ഞിട്ട് വരുന്ന ലൈന് കുറച്ച് ബേസിലായിരുന്നു. അപ്പൊ അത് ഇച്ചിരി മുങ്ങിപ്പോയി ഇൻവോൾവ്മെന്റ് എല്ലാം വന്നപ്പോ. സാരമില്ല, ഇത് ഒന്നും ഞാൻ കണക്കിലെടുക്കുന്നില്ല, കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എന്താ പറയാ, നമ്മള് ഒരു പാട്ട് കേട്ട് കഴിയുമ്പോ അത് നമ്മുടെ മനസ്സ് നിറയില്ലേ, ആ ഒരു ഫീലിംഗ് എനിക്ക് കിട്ടി മക്കളെ. അത്ര രസമായിട്ട് പാടി, ഭയങ്കര ഇഷ്ടമായി കേട്ടോ. രണ്ടുപേരും ഒരുമിച്ച് പാടിയ സ്ഥലങ്ങള്, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പാടിയത് എന്റെ മനസ്സ് നിറഞ്ഞു. ഈശോയ്ക്ക് തീർച്ചയായിട്ടും ഇഷ്ടമായിട്ടുണ്ടാവും കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സിസ്ലി. സന്തോഷായോ? ചേച്ചിക്ക് സന്തോഷായി? നല്ല രസമായിരുന്നു. ജഡ്ജസ് എന്തൊക്കെയാ പറയോ, എന്തൊക്കെയെങ്കിലും ഉണ്ടായിരുന്നോ എന്നൊക്കെ ഒരു ടെൻഷനായിരുന്നു. പക്ഷെ നല്ല കമന്റ്സ് കിട്ടിയില്ലേ? നല്ല പാട്ട്. 3 ജഡ്ജസും പറഞ്ഞു നല്ലായിരുന്നു എന്ന്. പിന്നെ മതിയോ? മാർക്സ് വേണോ? 2 പേർക്കും വേണോ? പുതിയായോ കേൾക്കാൻ? മാർക്സ് ചോദിക്കാം. ആദ്യം ജെന്നിഫറിന്റെ ഡുവറ്റ് റൗണ്ടിലെ സ്കോർ അറിയാം. ഉരുളിയനിക്ക് ലക്ഷ. പാട്ടിലൊരു വരിയുണ്ടല്ലോ, താപത്തിൻ എന്ത് പറഞ്ഞത്? താപത്തിൻ താപമാർന്ന പാപത്തിൻ താപം കേട്ടോ. പാപത്തിന്റെ മനസ്താപമില്ല നമുക്ക്. പാപത്തിൻ താപമാർ നെരിയുന്ന, അത് ഓർക്കണം കേട്ടോ. നമ്മൾ കേൾക്കുമ്പോ താപമെന്ന് തോന്നും. രണ്ടും താപം വരുന്നു. രണ്ട് താപത്തിൻ താപം ഒരിക്കലും വരില്ലല്ലോ അല്ലേ? Eight out of 10. Alphonseta.
8.5 out of 10. Cicely? .5 out of 10 again, and Jennifer ഇന്നത്തെ total score 25 out of 30. ഇനി നമുക്ക് ജെയ്ഡിന്റെ ഡുവറ്റ് റൗണ്ടിലെ സ്കോർ ചോദിച്ചറിയാം. ഉരുളിയാനിക്കലച്ച. .5 out of 10. Alfonseta. .8 out of 10. Cicely. .5 out of 10. And Jaden's ഇന്നത്തെ total score 24 out of 30. Thank you. Jaden, Jennifer, കൺഗ്രാറ്റുലേഷൻസ്. രണ്ടുപേർക്കും നല്ല സ്കോറാണ് കിട്ടിയിരിക്കുന്നത്. ഇതുപോലെ തന്നെ പ്രാക്ടീസ് ചെയ്ത് കോൺഫിഡന്റ് ആയി നിങ്ങൾ ഒരുപാട് ട്രൈ ചെയ്തു. ജഡ്ജസ് പറഞ്ഞ കറക്ഷൻസ് ഈ സ്റ്റേജിൽ വന്നിട്ട് ക്ലിയർ ചെയ്യാനൊക്കെ അതിൽ ഒരുപാട് അപ്രീസിയേഷൻ എല്ലാവരും നിങ്ങൾക്ക് തരുന്നതാണ്. അപ്പൊ ഇനി ഇതുപോലെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് അടുത്ത റൗണ്ടിൽ വരിക. കൺഗ്രാറ്റുലേഷൻസ് വൺസ് അഗെയിൻ. രണ്ടുപേരും നല്ല പാട്ടുകളായിട്ട് അടുത്ത റൗണ്ടിൽ വീണ്ടും വരണം. Okay. Best wishes. വോയിസ് ഓഫ് ഫിറ്റ്നസ് സീസൺ 2 ജൂനിയറിന്റെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നതിന് മുൻപായി നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സമ്മാനം കൂടിയുണ്ട്. നമ്മുടെ പ്രിയങ്കരിയായ പ്ലേബാക്ക് സിംഗർ നമ്മുടെ ജഡ്ജ് സിസിലി എബ്രഹാം നമുക്കായി ഒരു നല്ല ഗാനം ആലപിക്കുന്നതാണ്. അതിനായി സിസിലിയെ ഞാൻ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. Bye.
ഉച്ചാരണം എനിക്ക് ഇപ്പോഴും ഇഷ്ടപ്പെടാത്തത്. ഉച്ചാരണം നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിലേ പാട്ടിന്റെ ആ ആത്മാവ് നഷ്ടപ്പെടും. ദുഷ്ടത നിറയും മനസ്സുകൾ തൻ ഇച്ഛകൾക്കൊത്തു ചരിക്കാത്തവൻ. ഒരു സെമി ക്ലാസിക്കൽ റൗണ്ട് ആവുമ്പോ അതിനകത്ത് എന്തൊക്കെ ഉണ്ടായിരിക്കണം, അതിൻ്റെതായ രീതിയിലുള്ള ഇൻഫർമേഷൻ കിട്ടാവുന്ന സോഴ്സസ് ഉണ്ടായിരുന്നു. അങ്ങനെ നോക്കിയായിരുന്നോ? റൗണ്ട് അനുസരിച്ചിട്ട് അങ്ങനെ നോക്കിയിട്ടാണോ സെലക്ട് ചെയ്തത്? ഇല്ല, അങ്ങനെയൊന്നും നോക്കിയില്ല. അങ്ങനെ നോക്കണ്ടേ? ഒരു വാക്കു ചൊല്ലാൻ, ഒരു നോക്കു കാണാൻ, യേശുവേ നീ വരുമോ. ഒരു കമ്മ്യൂണിക്കേഷൻ ആവാമായിരുന്നു ഒരു ഇച്ചിരിയും കൂടി. ഒന്ന് എൻജോയ് ചെയ്ത് ഒന്ന് ചിരിച്ചുകൊണ്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കി. അതൊരു എന്താ പറയാ, നമ്മൾ ആക്റ്റീവ് അല്ല, പക്ഷെ അത് കുറച്ചും കൂടെ നിങ്ങൾ അറിഞ്ഞ് ചെയ്യുകയാണെങ്കിൽ, ആ പാട്ടൊന്ന് എൻജോയ് ചെയ്യുമ്പോൾ അറിയാതെ ഒന്ന് അങ്ങനെ വരികയാണെങ്കിൽ നല്ലതായിരുന്നു.